ഇന്ന് ഒരു ഓഫ് ഡേ ആണ്. ജപ്പാനിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഫ് ഡേ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും, പ്രത്യേകിച്ച് ടോക്കിയോയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായാലും ആ ഒരു ദിവസം മുതലാവും. കാരണം ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഇവിടെ. അപ്പോൾ ഇന്ന് ഞാൻ റൂമിൽ ബോറടിച്ചപ്പോൾ നേരെ ടോക്കിയോ സ്കൈ ട്രീ കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ റൂമിൽ നിന്ന് ഒരു 40 മിനിറ്റ് ട്രെയിൻ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒഷിയാഗെ സ്റ്റേഷനിൽ ഇറങ്ങാം. അവിടെയാണ് ഈ ഒരു ടോക്കിയോ സ്കൈ ട്രീ ഉള്ളത്. നമുക്ക് ഒരു ട്രെയിൻ മാറിക്കയറാനുണ്ട്. ആദ്യം ഷിബുയിലേക്ക് വന്നിട്ട് ഷിബുയിൽ നിന്ന് നമ്മൾ നേരെ സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട് നമ്മുടെ ടോക്കിയോ സ്കൈ ട്രീയിലേക്ക്, ഒഷിയാഗെ സ്റ്റേഷനിലേക്ക്. അവിടേക്കുള്ള ഒരു ട്രെയിനിൽ കയറിയിരുന്നു. വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ടോട്ടൽ ഒരു 40 മിനിറ്റിൻ്റെ യാത്രയാണ്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഒഷിയാഗെ സ്റ്റേഷനിലേക്ക് കാലെടുത്ത് വെച്ചു. ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഒരു എസ്കലേറ്ററിൽ നമുക്ക് 4th ഫ്ലോറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ മുമ്പിൽ ടോക്കിയോ സ്കൈ ട്രീയുടെ മുമ്പിൽ നമ്മൾ കൊണ്ടെത്തിക്കും. അങ്ങനെ നല്ലൊരു ആംബിയൻസോട് കൂടിയിട്ടുള്ള ഒരു എൻട്രിയും നല്ല ഒരുപാട് ഫുഡ് കോർട്ടിൻ്റെ ഇടയിൽ തലയുയർത്തി നിൽക്കുന്ന ഈ ഒരു ടോക്കിയോ സ്കൈ ട്രീയെ ഞാൻ ഫസ്റ്റ് ടൈം കണ്ടു. ഇത് 634 അടി ഉയരമുള്ള 2012 ജപ്പാനിൽ നിലവിൽ വന്ന ഒരു സാധനമാണ് ഈ ഒരു ടോക്കിയോ സ്കൈ ട്രീ. ഒരുപാട് ടൂറിസ്റ്റുകൾ ഒഴുകി വരുന്നൊരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ ഒരു ടോക്കിയോ സ്കൈ ട്രീ. അങ്ങനെ മെയിൻ എൻട്രൻസിലേക്ക് ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്. അകത്തേക്ക് കയറിയപ്പോൾ നമ്മുടെ എയർപോർട്ടിലേക്ക് ഉണ്ടാവുന്ന ബോർഡിംഗ് പാസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അതേ ഒരു സെറ്റപ്പ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു മിഷനിൽ നിന്ന് നമുക്ക് സെൽഫായിട്ട് നമുക്ക് ഇവിടുത്തെ സ്കൈ ട്രീയുടെ ടിക്കറ്റ് എടുക്കാം. അപ്പോൾ പെർ പേഴ്സൺ 2400 എന്നാണ് ചാർജ് ആയത്. അപ്പോൾ ടിക്കറ്റ് എടുത്തു. നേരെ ബാക്കിയുള്ള പൈസയും കളക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ എൻട്രൻസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ ഫാമിലി പാക്കേജ് ഒക്കെ ഉണ്ട്. 5 അർക്കത്തെ ഒരു എൻട്രൻസ് ആണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ലിഫ്റ്റിലേക്ക് കയറുന്നൊരു കാഴ്ചയാണ് കേട്ടത്, നമ്മുടെ മേലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഫൈനലി ഞാനിതാ ടോക്കിയോ സ്കൈ ട്രീയുടെ മുകളിലേക്ക് എത്തി. ഇനി ഈ ഒരു കാഴ്ച ഒന്ന് നിങ്ങൾ കണ്ടുനോക്കുക. ഇവിടെ ഫോട്ടോസൊക്കെ പ്രൊഫഷണലായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. ഒരു 1500 എന്നിനൊക്കെ നല്ല അടിപൊളി ഫോട്ടോസ് ഇവർ എടുത്തു കൊടുക്കും. അങ്ങനെ ഒരു 5:45 ആകുമ്പോഴാണ് ഞാൻ ഇവിടെ എത്തിയത്. കുറച്ച് സമയം ഇവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ഒരുപാട് പേർക്ക് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ എടുത്തു കൊടുത്തു. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല ഇരുട്ടായി, ലൈറ്റൊക്കെ വരാൻ തുടങ്ങി. എല്ലാ ബിൽഡിങ്ങിലും ലൈറ്റൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഭംഗി കുറച്ച് കൂടി വന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് അങ്ങനെ ഇതിൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ സ്ഥലം വിടുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ടോക്കിയോ വിശേഷങ്ങൾ, ജപ്പാൻ വിശേഷങ്ങളായിട്ട് കാണാം. ബൈ.